എല്ലാവർക്കും നമസ്കാരം. ഇത് പാഷൻ ഫ്രൂട്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി ലഭിക്കുന്ന ഈ പഴം അത്ര നിസ്സാരക്കാരനല്ല. ഗുണവും മണവും നിറവും ഒത്തുചേർന്ന പാഷൻ ഫ്രൂട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ട്? നിങ്ങൾക്ക് ക്ഷീണമോ തളർച്ചയോ തോന്നുന്നുണ്ടോ? ഒരു പാഷൻ ഫ്രൂട്ട് എടുത്ത് ഒന്നീ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ജെല്ലിയായിട്ടോ കഴിച്ച് നോക്കും. നിങ്ങളുടെ ക്ഷീണം പമ്പ കടക്കും. ധാരാളം നാരുകളടങ്ങിയ ഈ പാഷൻ ഫ്രൂട്ട് നമ്മൾക്കുണ്ടാകുന്ന പല രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയത് കൊണ്ട് നമ്മുടെ ദഹന പ്രക്രിയ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാഡീ സംബന്ധമായ രോഗങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് ഉറക്കക്കുറവുള്ളവർക്ക് ഇതൊരു സിദ്ധൌഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പതിവായിട്ട് പാഷൻ ഫ്രൂട്ട് കഴിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി തന്നെ മാറി മറിയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകും. ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കാത്തവരാരുണ്ട്? വീട്ടിലായാലും ജോലി സ്ഥലങ്ങളിലായാലും തൊഴിലിടങ്ങളിലാണെങ്കിലും മാനസിക സമ്മർദ്ദമാണ് എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഈ പാഷൻ ഫ്രൂട്ടിലെ പാസിഫ്ലോറിൻ എന്ന ഘടകം മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് പാഷൻ ഫ്രൂട്ട് നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് ജെല്ലിയായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ജ്യൂസായിട്ടോ അല്ലെങ്കിൽ സ്ക്വാഷായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ കൂടുതലും അത് ജെല്ലി രൂപത്തിൽ തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ചിലർ ഇതിൻ്റെ പാഷൻ ഫ്രൂട്ടിനെ മിക്സിയിലൊക്കെ അടിച്ചിട്ട് ഉപയോഗിക്കും. ചിലരിതിനെ നമ്മളതിൻ്റെ ജെല്ലി എടുത്തിട്ട് വെള്ളവും കൂടെ ചേർത്തിട്ട് ആ ജെല്ലി അതിൻ്റെ അരി എടുത്ത് കളയുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അരിയോടെ ചേർത്ത് വേണം നമ്മൾ കഴിക്കാൻ. അതുപോലെ അത് കട്ടിയില്ലാത്ത നല്ല മാംസളമായ രീതിയിലല്ലേ നമുക്കത് ചവച്ച് കഴിക്കാൻ പറ്റുന്നത്. നമ്മുടെ ഇതിൻ്റെ ജ്യൂസ് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ അതിനോട് ചേർത്ത് അതിൻ്റെ അരി നമ്മൾ ചേർത്ത് കഴിക്കണമെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ പാഷൻ ഫ്രൂട്ടിനെ കൂടുതൽ എന്നാ തിരിച്ചറിഞ്ഞത്? നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനി പടർന്നു പിടിച്ചൊരവസരത്തിൽ നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ വില മനസ്സിലാക്കി രക്തത്തിലെ കൗണ്ട് കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ പാഷൻ ഫ്രൂട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി. ഡെങ്കിപ്പനിക്കൊരു പ്രതിവിധി എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഇതിന് ജ്യൂസ് മാത്രമല്ല, ജെല്ലി മാത്രമല്ല, ഇത് പഴുക്കുന്നതിന് മൂപ്പെത്തുന്നതിന് മുൻപാണെങ്കിൽ നമുക്കിതിൻ്റെ മൂപ്പെത്തുന്നതിന് മുൻപ് ഇതിന് നമ്മൾ മുളകും ഉള്ളിയും ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് നമുക്കിത് ചമ്മന്തിയായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ പഴുത്തതിൻ്റെ നല്ല തൊണ്ടെടുത്താൽ നമുക്ക് അച്ചാറിടാനും സാധിക്കും. അങ്ങനെ പല രൂപത്തിൽ പല ഭാവത്തിലും രൂപത്തിലും നമുക്കിതിനെ ഉപയോഗിക്കാം. മാത്രമല്ല ഇതിനെ നമ്മൾ സാധാരണ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ എടുക്കുന്നതിന് നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാവുന്നതാണ്. അങ്ങനെ മാക്സിമം നമ്മളിതിനെ ഉപയോഗപ്പെടുത്തേണ്ട ഇത്രയും ഗുണങ്ങളും ഉള്ള സവിശേഷതകളുള്ള പാഷൻ ഫ്രൂട്ടിനെ നമ്മൾ മാക്സിമം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇല നമുക്ക് അത് തിളപ്പിച്ച് കുടിക്കാൻ ഉപയോഗിക്കാം. അതിൻ്റെ ഫ്രൂട്ട്സ് അത് നമുക്ക് ജ്യൂസോ ജെല്ലിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ തോട് അച്ചാറിട്ട് നമുക്ക് അടിച്ച് ചെയ്യാൻ പറ്റും. ഇത് മൂപ്പെത്തുന്നതിന് മുൻപാണെങ്കിൽ നമുക്ക് ചമ്മന്തിയായിട്ടോ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നമുക്ക് വിവിധ രൂപത്തിലുള്ള പാകത്തിലുമാക്കി ഇതിനെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പാഷൻ ഫ്രൂട്ട് നമ്മളൊരു സീസണിൽ വിളവെടുത്ത് കഴിഞ്ഞാൽ അതിനെ പ്രൂണിങ് നടത്തിയാൽ അതിൻ്റെ ശിഖരങ്ങളൊക്കെ വെട്ടിക്കോതി ഒരുക്കി നിർത്തിയാൽ അത് അടുത്ത പ്രാവശ്യത്തേക്ക് കൂടുതലായിട്ടത് പൊട്ടി മുളയ്ക്കുകയും അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് പാഷൻ ഫ്രൂട്ടിനോട് ചേർത്ത് നമുക്ക് തേനീച്ച കൃഷി പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. കാരണം പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവിൽ കൂടുതലും വരുന്നത് തേൻ കുടിക്കാൻ വരുന്നത് തേനീച്ചകൾ വരികയും ചെയ്യും. നമുക്ക് നോക്കിയാൽ അറിയാം പാഷൻ ഫ്രൂട്ട് ൻ്റെ പൂക്കളിൽ തേനീച്ചകൾ കൂടുതൽ വരുന്നത് കാണാം. അപ്പം തന്മൂലം നമുക്കൊരു തേനീച്ചപ്പെട്ടി ചെടിയോട് ചേർത്തൊക്കെ തേനീച്ചപ്പെട്ടികൾ വെച്ചാൽ തേനീച്ച കൃഷിയെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഒരു തൊഴിൽ മേഖലയായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കാവുന്നതാണ്.
അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിൽ സുലഭമായി അധികം പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൃഷി ചെയ്ത് ഇത് കൂടുതലും നമ്മൾ വലിയ മരങ്ങളിലേക്ക് കയറ്റി വിടാതെ ഇത് ശ്രദ്ധിക്കണം. സാധാരണ കൂടുതലും വലിയ മരങ്ങളിലേക്ക് കയറ്റി വിടുമ്പോൾ നമുക്ക് എത്തിപ്പറിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് അണ്ണാനോ അല്ലെങ്കിൽ വാവലോ ഒക്കെ വന്ന് ഇതിനെ കൂടുതൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ വന്ന് ഇതിൻ്റെ പഴങ്ങൾ തിന്ന് നമുക്ക് നഷ്ടം വരുത്തുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പാഷൻ ഫ്രൂട്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നേരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.